നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 13 എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അതോടൊപ്പം തന്നെ ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 42 അധ്യായമാണ് എടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിലും ജോസഫും തൻ്റെ സഹോദരന്മാരും തമ്മിലുള്ളതായിരിക്കുന്ന രമ്യതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജോസഫ് ഒരു വലിയ ചരിത്ര വ്യക്തിയാണ്. ദൈവം വളരെ ഉപയോഗിച്ച ഒരു രക്ഷകനാണ്. അതുകൊണ്ട് ജോസഫിൻ്റെ ചരിത്രത്തിന് വേണ്ടി എത്ര അധ്യായങ്ങൾ മാറ്റിവെച്ചാലും അതൊരിക്കലും അധികമല്ല. വർഷങ്ങൾ നിരങ്ങി നീങ്ങി, അപ്പനും അമ്മയും ഇല്ലാത്ത ജീവിതം, സഹോദരന്മാർ ചെയ്ത കടുങ്കൈ. എങ്കിലും ദൈവം നല്ലവൻ. ദൈവം നൽകിയ സ്വപ്നങ്ങൾ ദൈവം നിവർത്തിക്കും. ക്ഷാമം കലശലായി. യാക്കോബ് തൻ്റെ മക്കളെ ധാന്യം കൊള്ളുവാനായിട്ട് മിസ്രൈമിലേക്ക് അയച്ചു. അവർ മിസ്രൈമിൽ വന്നു. ചരിത്രത്തിൻ്റെ ചെപ്പുകൾ ചെറിയ തുറക്കപ്പെടുകയാണ്. ഓർമ്മകൾ ദാനങ്ങളായി എത്തുന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ ഒന്നും അറിയാത്തവരായി നിൽക്കുന്നു. എന്നാൽ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ ജോസഫ് അവർക്ക് മാനസാന്തരം ഉണ്ടായോ എന്നറിയുവാൻ അല്പം പരീക്ഷണം നടത്തി. അവർക്ക് മാനസാന്തരം വന്നതായി ജോസഫ് മനസ്സിലാക്കുന്നു. അവരുടെ പാപത്തെ അവർ ഏറ്റുപറയുന്നു. അവർ തമ്മിലാണ് പറഞ്ഞത്, അവരുടെ ഭാഷയിലാണ് പറഞ്ഞത്. ജോസഫിന് മനസ്സിലാകുമെന്ന് അവർ വിചാരിച്ചില്ല. രൂപൻ പറഞ്ഞു, സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത കുറ്റമോ? ഞാൻ അന്നേരം പറഞ്ഞല്ലേ ബാലിനെ നിങ്ങൾ ആപത്തി ചെയ്തെന്ന്, നിങ്ങൾ എന്താ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറ്റമുള്ള ഒരു മനസാക്ഷിയോടുകൂടിയാണ് ഇത്ര കാലം അവർ ജീവിച്ചതെന്ന് ജോസഫിന് മനസ്സിലായി. ജോസഫ് ആകട്ടെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി തേങ്ങി തേങ്ങി നിന്നു. ഒടുവിൽ അകത്തെ മുറിയിലേക്ക് ജോസഫ് പോയി അവിടെ ഇരുന്ന് കരഞ്ഞു. പ്രതികാരം ചെയ്ത് സംതൃപ്തി അടയുവാൻ ജോസഫിന് കഴിയുമായിരുന്നു. പക്ഷേ ജോസഫ് അത് ചെയ്തില്ല. കാരണം ജോസഫിന് അങ്ങനെ സഹോദര സ്നേഹമുള്ളവനായിരുന്നു. തൻ്റെ രക്തത്തിൽ നിന്നും രക്തവും മാംസത്തിൽ നിന്നും മാംസവുമായവരെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്? എന്നാൽ അവരുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടാകണം. അനുതാപം വന്നോ എന്നറിയില്ല. തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടെന്നറിയാം, പക്ഷേ അനുതാപം വന്നോ എന്നറിയില്ല. അതുകൊണ്ട് ജോസഫ് അതിനായി ചില നടപടികൾ സ്വീകരിച്ചു. ആദ്യ തവണ എല്ലാവരെയും 3 ദിവസം തടവിലാക്കി. അതിനുശേഷം ശിമയോനെ മാത്രം തടവിൽ വെച്ചിട്ട് മറ്റുള്ളവരെ പറഞ്ഞയച്ചു. ഇളയ സഹോദരനായ ബെന്യാമിനെ കൂട്ടിക്കൊണ്ട് വരാതെ ഇനി തൻ്റെ മുഖം കാണാൻ ഒക്കുകയില്ലെന്ന് ജോസഫ് തീർത്ത് പറഞ്ഞു. ജോസഫിന് അറിയാം അപ്പൻ ബെന്യാമിനെ അയക്കില്ലെന്ന്. കാരണം ജോസഫിനെ പറഞ്ഞയച്ചപ്പോൾ ഇവന്മാർ ഇത് ചെയ്ത് ബെന്യാമിന് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് അപ്പൻ ഭയപ്പെടുമെന്നുള്ള കാര്യമൊക്കെ ജോസഫിന് അറിയാം. പക്ഷേ ജോസഫ് പറഞ്ഞു ബെന്യാമിനെ കൂട്ടിക്കൊണ്ട് വരണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു റെക്കൺസിലേഷൻ ഉണ്ടാകണം. അപ്പനെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിൽ വന്നിട്ട് വേണം അവരെ സംരക്ഷിക്കാൻ. അതിനുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശിമയോനെ ജയിലിൽ വെച്ചിട്ട് മറ്റുള്ളവരെ എല്ലാം പറഞ്ഞയച്ചു. അവിടെ അവർ തിരിച്ചു ചെന്നു. ശിമയോനെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞ യാക്കോബ് വളരെ ദുഃഖിച്ചു. വളരെ ദുഃഖിച്ചെന്ന് പറഞ്ഞാൽ വളരെ ദുഃഖിച്ചു. യാക്കോബ് കരയുകയൊക്കെ ചെയ്തു. എൻ്റെ തലയെ നിങ്ങൾ സങ്കടത്തോടുകൂടെ പാതാളത്തിലേക്ക് ഇറക്കും. ജോസഫില്ല, ശിമയോൻ പോയി, ഇപ്പം നിങ്ങൾ പറയുന്നു ബെന്യാമിനെയും കൊണ്ടുപോകണമെന്ന്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഏതായാലും കൊണ്ടുപോയ ധാന്യമൊക്കെ തിന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ധാന്യം തീർന്നു. മക്കളെ, ധാന്യമെല്ലാം തീർന്നു. നമ്മളിവിടെ കിടന്ന പെട്ടെന്ന് പറഞ്ഞ് എത്തുപോയേ ഉള്ളൂ. ഇവിടെ ഒന്നും ധാന്യമൊന്നുമില്ല. നിങ്ങൾ വീണ്ടും മിസ്രൈമിലേക്ക് പോകണം, കുറച്ച് ധാന്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ പോകാൻ പറ്റിയ ഒരു കണ്ടീഷനുണ്ട്, ബെന്യാമിനെ അയക്കണം. കാരണം ജോസഫ് ഞങ്ങളോട് കർശനമായിട്ട് പറഞ്ഞിരുന്നു എന്താണ്, ബെന്യാമീനെ കൂട്ടിക്കൊണ്ട് വരാതെ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ലെന്ന്. അതുകൊണ്ട് ബെന്യാമിൻ ഇല്ലാതെ പോവില്ല. യാക്കോബ് പറഞ്ഞു നിങ്ങളെന്തിനാ ഇങ്ങനെ മകനുണ്ടെന്ന് പറഞ്ഞത്, ബെന്യാമിനുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങളറിഞ്ഞോ? ജോസഫ് ഇങ്ങനെയൊക്കെ ചോദിക്കും, നിങ്ങൾ അപ്പം ജീവിച്ചിരിക്കുന്നോ, നിങ്ങൾക്ക് വേറെ സഹോദരന്മാരുണ്ടോ, ഇതൊക്കെ ചോദിക്കുമെന്ന് ഞങ്ങളറിഞ്ഞോ? ഞങ്ങൾ സത്യസന്ധരായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഏതായാലും അവസാനം യാക്കോബ് സമ്മതിച്ചു. ശരി, ബെന്യാമിനെ കൂട്ടിക്കൊണ്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ വിചാരിക്കുന്നു സഹോദരന്മാരുടെ കൂടെ അങ്ങനെ പോയി. ജോസഫ് ബെന്യാമിനെയൊക്കെ കണ്ടപ്പോൾ അതെ ബെന്യാമിനെ കണ്ടതായിരിക്കുന്ന ജോസഫ് വളരെ കരഞ്ഞു. അകത്തെ മുറിയിൽ പോയിരുന്നു കുറേ നേരം കരഞ്ഞു. കരഞ്ഞിട്ട് വന്ന് പറഞ്ഞു ഞാൻ ജോസഫാവുന്നു, ഞാൻ ജോസഫ്, ഞങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫാകുന്നു. സഹോദരന്മാർക്ക് സഹിക്കാൻ വയ്യ, കാരണം അവർക്ക് വിശ്വസിക്കാൻ വയ്യ. അവർ വിറ്റ ജോസഫ് എങ്ങനെ ഇവിടെ പ്രധാനമന്ത്രിയാകുന്നത്? അപ്പോഴാണ് അവർ ജോസഫിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ ശരിയാകുന്നല്ലോടെ, അവൻ്റെ കണ്ണുകളും അവൻ്റെ മൂക്കൊക്കെ നോക്കി നമ്മളേതുപോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ അവർ മനസ്സിലാക്കി. അവരെന്ത് പറയാനാ, അവർ കരഞ്ഞു എന്നാണ്. ജോസഫ് സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സഹോദരന്മാരും കരഞ്ഞു. അവരുടെ പാപങ്ങളെല്ലാം കണ്ണുനീരുകൊണ്ട് കഴുകിയെന്ന് ഞാൻ പറയട്ടെ. അവരുടെ പാപങ്ങളെല്ലാം കണ്ണുനീരുകൊണ്ട് കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ ക്ഷമിച്ച് നിരപ്പ് പ്രാപിച്ചു. കരയുന്ന കണ്ണുകൾ എൻ്റെ പ്രിയമുള്ള ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് കരയാൻ അറിയില്ല. കരയാൻ ഇനി സ്കൂളിൽ പോയി പഠിക്കണമെന്ന് തോന്നുന്നു. കരച്ചിൽ സ്കൂൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കാണാൻ പോയി പഠിക്കണം. ചത്ത വീട്ടിൽ പോലും ഒന്നും കരയില്ല. സഹോദരന്മാർ ചത്താൽ അപ്പനും അമ്മയും ചത്താൽ പോലും ഒന്നും കരയില്ല.
അങ്ങനെയാണ്. കരയാൻ നമുക്ക് കണ്ണുകളില്ലാതെയായി. കാരണം ടി വിയിലും മറ്റും നാം കാണുന്നത് എന്താണ്? കൊലയും കൊലപാതകവും രക്തവും ഒക്കെയാണ് കരയുന്നത്. ആളുകൾ ചത്തി കിടക്കുന്നത് കാണുന്നത്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചത്തിട്ടിരിക്കുന്ന കൊന്നിട്ടിരിക്കുന്ന കാണുന്നത്. എവിടെ നമുക്ക് കരയാനായിട്ട് സാധിക്കും? പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, കരയുന്ന കണ്ണുകൾ ഒരനുഗ്രഹമാണ്. തെറ്റുകളെ കഴുകിക്കളയുവാൻ കർത്താവിൻ്റെ രക്തത്തിന് തുല്യമായ മറ്റൊന്നില്ലെന്ന് നമുക്കറിയാം. എന്നാൽ അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് മനസാക്ഷിയെ ശുദ്ധമാക്കുന്നത്. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധമാക്കുവാൻ അനുതാപത്തിൻ്റെ കണ്ണുനീർ പോലെ കൊള്ളാകുന്ന വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. കരയുവാൻ കഴിയുന്നവർ ലോലഹൃദയമുള്ളവർ മാത്രമാണ്. കഠിനഹൃദയർക്ക് കരയാനായിട്ട് സാധിക്കില്ല. നല്ല ഹൃദയമുള്ളവരാണ്, സത്യത്തിൻ്റെ ഹൃദയമുള്ളവരാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ ഈ വലിയ കുറവ് കണ്ണുനീരില്ലാത്ത കണ്ണുകളും കരയുവാൻ കഴിയാത്ത ആളുകളുമാണ്. അത് നമ്മൾ പരിഹരിക്കണം. നമ്മൾ കരയേണ്ട സമയങ്ങളിലൊക്കെ കരയണം. മരണമുള്ള വീടുകളിൽ കരയണം, ദുഃഖമുള്ളിടത്ത് നമ്മൾ കരയണം. നമ്മുടെ മനസാക്ഷി നമ്മളെ ഹേമിക്കുമ്പോൾ നാം കരഞ്ഞ് നമ്മുടെ കണ്ണുനീര് കൊണ്ട് മനസാക്ഷിയെ കഴുകി നാം ശുദ്ധമാക്കണം. ജോസഫിൻ്റെ സഹോദരന്മാരവരുടെ കണ്ണുനീര് കൊണ്ട് കഴുകി അവരുടെ മനസാക്ഷിയെ ശുദ്ധമാക്കി ഒരു നല്ല ബന്ധത്തിലേക്ക് അവർ വന്നു. അങ്ങനെ നല്ല ബന്ധങ്ങളിലേക്ക് വരുവാനായിട്ട് വലിയവനായ ദൈവം നമ്മയും സഹായിക്കട്ടെ. കരയുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കട്ടെ. സന്ദർഭങ്ങൾ വരുമ്പോൾ കരയുവാനുള്ള മനസ്സ് ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.